യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തുവിന്റെ വക്ഷസിൽ ചാരിക്കിടന്ന് അവന്റെ സ്നേഹം ആവോളം നുകർന്ന വിശുദ്ധ യോഹന്നാൻ പിന്നീട് ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നുണ്ട്: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. അതെ, ദൈവം സ്നേഹം തന്നെയാണ്. സ്നേഹം എന്നത് ദൈവത്തിന്റെ സ്വഭാവം തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നാം കാണുന്നതും ദൈവത്തിന്റെ ഈ സ്നേഹത്തെ തന്നെയാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. അവന്റെ ജീവിതത്തോട് ചേർന്ന് നിന്നവരും അവനെ അനുഗമിച്ചവരും നമുക്ക് കാട്ടിത്തരുന്നതും എങ്ങനെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. സുവിശേഷത്തിലെ ചില കഥാപാത്രങ്ങളെ നാം ഒന്ന് പഠിക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ സ്നേഹിച്ചുകൂടാ എന്നും അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്, എങ്ങനെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാം എന്ന്. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും എങ്ങനെ അനുഗ്രഹപ്രദമായി മാറുമെന്ന് ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി. നല്ലവനായ എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെയും കൂടി തന്ന് അനുഗ്രഹിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യൂ, ഹാർട്ട് ബീറ്റ് ഇല്ല എങ്കിൽ കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഈശോ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയും കൂടി തന്നു. ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി യേശുവേ, നന്ദി യേശുവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ഷേമ ഇസ്രായേൽ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ദൈവവചനം നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ ചില വ്യത്യസ്തമായ ജീവിത തീരുമാനങ്ങൾക്ക് കാരണമായി നിൽക്കുന്ന അവസ്ഥകളുടെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. 2 വ്യക്തികളെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വചന സന്ദേശത്തിൽ ധ്യാനിക്കുന്നത്. ഒന്ന്, മറിയം വിലയേറിയ തൈലം കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ പൂശുന്നു. രണ്ടാമത്തത്, അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവൻ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു,
എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ശ്രദ്ധിക്കുക, 2 പേരുടെ ആറ്റിറ്റ്യൂഡ്, ഒരൊറ്റ കാര്യത്തിൻ്റെ മേൽ 2 പേരുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ കാണുന്നത്, മനോഭാവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മറിയത്തിൻ്റെ മനോഭാവം വളരെ വ്യക്തമാണ്. മറിയം തൻ്റെ സ്നേഹത്തിൻ്റെ, ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നില്ല. മറിയം കണക്ക് സൂക്ഷിക്കുന്നവളായിരുന്നെങ്കിൽ നമുക്കറിയാം 300 ധനാറയുടെ വില വരുന്ന നാർദീൻ തൈലമാണ് കുപ്പിയോടെ പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദത്തിൽ ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് മുറി മുഴുവനും ഈ സുഗന്ധ തൈലം കൊണ്ട് അല്ലെങ്കിൽ ഈ സുഗന്ധം കൊണ്ട് നിറഞ്ഞു എന്ന് വചനം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ മറിയം ഇത് ചെയ്തത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ സ്നേഹത്തിന് ഒരു കണക്കും അവൾ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ യൂദാസ് തൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ മനോഭാവം പുറത്ത് പ്രകടമാക്കുകയാണ്. യൂദാസ് എല്ലാത്തിനും കണക്ക് സൂക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യൂദാസ് നോക്കിയത് അവൾക്ക് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ കണക്കല്ല യഥാർത്ഥത്തിൽ നോക്കിയത്. യൂദാസ് നോക്കിയത് അത് 300 ധനാറയ്ക്കുള്ള തൈലമുണ്ടല്ലോ, അതെന്തിനാ വെറുതെ പാഴാക്കി കളഞ്ഞതെന്നാണ് യൂദാസ് ചോദിക്കുന്നത്. പലപ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിക്കുന്ന നല്ലതാണ്, ഏറ്റെടുക്കുന്ന നല്ലതാണ്. നമുക്കുണ്ട് കുറേ സ്നേഹബന്ധങ്ങൾ. പലപ്പോഴും സ്നേഹബന്ധങ്ങളിൽ കണക്ക് സൂക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. യഥാർത്ഥ സ്നേഹത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ, ആഴമായ സ്നേഹമാണെങ്കിൽ, ഈശോ കുരിശിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ്, ആ സ്നേഹമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട നമ്മൾ ഒന്നിനും കണക്ക് സൂക്ഷിക്കില്ല. സ്നേഹത്തിന് കണക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ പല സ്നേഹബന്ധങ്ങളും തകർന്നു പോകുന്നതിന് കാരണം ഈ കണക്ക് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ചില കണക്കുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ചില പറഞ്ഞതിൻ്റെ കണക്ക്, പ്രവർത്തിച്ചതിൻ്റെ കണക്കുകൾ, സ്നേഹിച്ചതിൻ്റെ കണക്ക്, സ്നേഹിക്കാതിരുന്നതിൻ്റെ കണക്കുകൾ, നിഷേധിച്ചതിൻ്റെ കണക്കുകൾ, തള്ളിപ്പറഞ്ഞതിൻ്റെ കണക്കുകൾ, സ്ത്രീധനത്തിൻ്റെ കണക്കുകൾ, സൗന്ദര്യത്തിൻ്റെ കണക്കുകൾ, അങ്ങനെ പലതിൻ്റെ കണക്കുകൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിന് അവിടെ കളങ്കം വരികയാണ്. അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമുള്ളിടത്താണ് ഇങ്ങനെ കണക്കുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് കണക്കുകൾ പറയുന്നൊരവസ്ഥയിലേക്ക്, ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട്, ഞാൻ വീട്ടിൽ കിടന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട്, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ലല്ലോ, നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥ സ്നേഹത്തിന്, ആഴമായ സ്നേഹത്തിന് എവിടെയോ ഒരു കളങ്കം, ഒരു മാലിന്യം കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, നമ്മളൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണക്ക് നമ്മൾ സൂക്ഷിക്കില്ല. എനിക്കറിയാം ഒത്തിരി പേര്, ബഹുമാനപ്പെട്ട കാര്യച്ചൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഗോവയിൽ പോയപ്പോഴും അവിടെ ഒരു ഹോസ്പിറ്റലിൽ, സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ നടത്തുന്ന ഡോക്ടേഴ്സാണ്, കാരിസ്മനെ സഹായിക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ ഞങ്ങൾ ഗോവയിൽ ചെന്നപ്പോൾ കാണാൻ ചെന്നു. എപ്പോഴൊക്കെ അവർ കാണാൻ ചെന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ അച്ഛൻ ചെന്നിട്ടുണ്ടോ, അവർ ചെയ്യുന്നൊരു കാര്യം ഇതാണ്: പോരാ നേരത്ത് അവരുടെ ഇരിക്കുന്ന കസേര ഷെൽഫ് അങ്ങോട്ട് തുറന്നിട്ട് അതിൽ നിന്ന് കൈ അങ്ങോട്ട് ഇട്ടിട്ട് കയ്യിൽ കിട്ടുന്ന കാശ്, അത് എത്ര രൂപയാണ്, 1000-ൻ്റെ നോട്ടാണോ, 2000-ൻ്റെ നോട്ടാണോ, 500-ൻ്റെ നോട്ടാണോ, അത് എന്തോരമുണ്ട്, ഇതൊന്നും നോക്കിയില്ല, ഒരു പിടി പോലെ അങ്ങോട്ട് എടുത്തിട്ട് അത് മുഴുവൻ ആ മേശപ്പുറത്തിട്ട് അത് മടക്കി കവറിലേക്കാക്കിയിട്ട് തരും. എണ്ണുകയില്ല, എത്ര തന്നു നോക്കുകയില്ല. ഓരോ കർത്താവിന് കൊടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാച്ചോ കൊടുക്കുന്നത്, നമ്മളത് നോക്കാറില്ല. കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നതിന് കണക്ക് ഞങ്ങൾ സൂക്ഷിക്കാറുമില്ല. ഇപ്പം അച്ഛൻ എത്ര തന്നെന്നോ, കാരിസ്മൻ എത്ര തന്നെന്നോ, ഇതൊന്നും ഞങ്ങൾ സൂക്ഷിക്കാറില്ല, ഞങ്ങൾ നോക്കാറുമില്ല. ഞങ്ങളതങ്ങനെ സ്നേഹത്തോടെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്, ഹസ്ബൻഡ് വൈഫും ഒരുപോലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളവരാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിന് നമ്മൾ കണക്ക് സൂക്ഷിക്കാൻ പാടില്ല. ദൈവത്തോടുള്ള സ്നേഹത്തിനും നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹബന്ധങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മളിൽ വന്നാൽ നമ്മൾ ഒരു കണക്ക് സൂക്ഷിക്കുകയില്ല. ചില മാതാപിതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ആലോചിക്കണം, അവർക്ക് എവിടെയോ ഒരു സ്നേഹത്തിൻ്റെ ഒരു കളങ്കം അതിൻ്റെ പിന്നിലുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ചിലപ്പോൾ പഠിക്കുന്ന പിള്ളേർ പഠിച്ച് നഴ്സിംഗൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും കുറച്ച് നാൾ ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ പറയും, എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ നിന്ന് ജോലി നിർത്തി പോന്നിട്ട് വല്ല വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്, ലോണൊന്നും കംപ്ലീറ്റ് അടച്ചു തീർന്നിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 10, 23, 24 വയസ്സായി, വിവാഹത്തിൻ്റെ പ്രായമൊക്കെ ആയി. പലപ്പോഴും ഞാൻ പറഞ്ഞു മാതാപിതാക്കളുടെ അടുത്ത്, ഒരു കാര്യം ചെയ്യും, അവരെ കെട്ടിച്ചു വിടും. അയ്യോ അച്ഛൻ അങ്ങനെ കെട്ടിച്ചു വിടുന്നത്,
ലോൺ എടുത്തത് അവൾക്ക് പഠിക്കാൻ വേണ്ടി എടുത്ത ലോണാണ്, അത് വീട്ടിയിട്ടില്ല. പിന്നെ അവൾ പഠിച്ച് എവിടെയെങ്കിലും പോയി ഒന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് വീടൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് വിചാരിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് കെട്ടിക്കുക ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്തൊരു സ്വാർത്ഥതയോ. ചില കണക്ക് കൂട്ടലുകളോടുകൂടിയാണ് സ്നേഹിച്ചതും അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചതും അവരെ വളർത്തിയതൊക്കെ. ചില മാതാവ് വളർത്തി വലുതാക്കി പ്രായമാകുമ്പോൾ വെച്ചോ ഞങ്ങളെയൊക്കെ നോക്കൂന്ന് കരുതിയാ ഇതുങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തിയത്. എന്നിട്ട് കണക്കൂട്ടലെല്ലാം തെറ്റി അല്ലേ? അപ്പം സ്നേഹത്തിന് നമ്മൾ എപ്പോൾ കണക്ക് കൂട്ടുന്നുവോ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകും. അതുകൊണ്ട് സ്നേഹബന്ധങ്ങളിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായി പറഞ്ഞ കണക്കുകൾ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. കണക്ക് സൂക്ഷിക്കുന്നത് യഥാർത്ഥ സ്നേഹമല്ല. ഒരു കണക്ക് സൂക്ഷിക്കരുത്. അത് പൂർണ്ണമായിരിക്കണം, അത് മുഴുവനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതാണ് ഈശോ കുരിശിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നൊരു സ്നേഹം എന്ന് പറയുന്നത്. ഈ കണക്ക് സൂക്ഷിക്കാത്ത സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റിവെക്കാതെയല്ലേ, ഒന്നും മാറ്റിവെക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ ശരീരവും തൻ്റെ ആത്മാവും തൻ്റെ ജീവനവും ഈശോ കുരിശിൽ നമുക്ക് ബലിയായി തരുമ്പോൾ അവനൊന്നും സൂക്ഷിക്കുന്നില്ല, ഒന്നും മാറ്റിവെക്കുന്നില്ല, ഒരു കണക്കൂട്ടലും നടത്തുന്നില്ല. അയ്യോ എൻ്റെ ശരീരത്തിൽ അടിയേറ്റാൽ എൻ്റെ ശരീരത്തിന് രക്തം വാർന്നു പോയാൽ ഞാൻ മരിച്ചു പോവുകയല്ലേ, അതുകൊണ്ട് ഇതൊന്നും വേണ്ട. അതൊരു കണക്ക് കൂട്ടലാണ്. അപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ ശിരസ് മുതൽ പാദം വരെ അടിയേറ്റ് ശരീരത്തിൽ നിന്നും രക്തം വാർന്നിഴകുമ്പോഴും കർത്താവിനെ അതിന് പ്രേരിപ്പിച്ചത് അവൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം അങ്ങനെ പ്രേരിപ്പിച്ചത് കൊണ്ട് കണക്ക് സൂക്ഷിക്കുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി രക്തം ചിന്തി, ഞാൻ നിനക്ക് വേണ്ടി ഇതാ പാടുപീടകൾ സഹിക്കുന്നു, ഇതൊന്നും കർത്താവ് പറയുന്നില്ല. ഇതെല്ലാം കർത്താവ് സന്തോഷത്തോടെ ആ കുരിശിലേക്ക് ഓടിക്കേറിയതിന് കാരണം സ്നേഹം, കണക്ക് കൂട്ടാത്ത സ്നേഹം കർത്താവിനെ നിർബന്ധിച്ചത് കൊണ്ടാണ്. മുഴുവനായിട്ടല്ലേ തന്നെ, ഒന്നും മാറ്റിവെക്കാതെ. നമ്മളെന്തെങ്കിലും നൽകുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് നൽകുന്നത് അല്ലേ? ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ, ഒരാളെ സഹായിക്കുമ്പോൾ, ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടും. ഇത്ര രൂപ കൊടുത്താൽ നമുക്ക് എന്ത് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഇന്ന സഹായം ചെയ്താൽ അവരെങ്ങനെ എനിക്ക് തിരിച്ച് സഹായം ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാനിപ്പോൾ ഇവന് ചെയ്താൽ നാളെ ഇവന് എനിക്ക് എന്നെ തിരിച്ച് ചെയ്യും. നമുക്ക് നേട്ടമില്ലാത്തത് ഒന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ല. എല്ലാം കണക്കും കൂട്ടി കുറച്ച് നമ്മൾ ചെയ്യുന്നതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, യഥാർത്ഥ സ്നേഹമില്ല. അപ്പം യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുത്തു. ചിലപ്പോൾ തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിരിച്ചു കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പോലും യഥാർത്ഥ സ്നേഹമല്ല. കാരണം അതൊരു കണക്കുകൂട്ടലുണ്ട്. എന്നാ കണക്കുകൂട്ടൽ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അവിടെ നീ എന്നെ തിരിച്ച് സ്നേഹിക്കണം. അവർ കണക്കുകൂട്ടലുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മളൊന്നും ചെയ്യരുത് എന്ന്, സ്നേഹത്തിൻ്റെ മേഖലൊന്നും ചെയ്യരുതെന്നാണ് ശരിക്കും ഈ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് മറിയം ചെയ്ത് നോക്കിക്കേ. അത്രയും രൂപ വില വരുന്നതാണ്. അവൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, എത്രയോ നാളുകൾ അവൾക്ക് ഭക്ഷിക്കാനും അവൾക്ക് തിന്നാനും വേണ്ട സാധനങ്ങൾ ഈ കാശ് കൊണ്ട് മേടിക്കാം. അവളുടെ ജീവിതം എത്ര ദിവസം വളരെ കംഫർട്ടബിളായിട്ട് ഈ കാശുണ്ടെങ്കിൽ നടക്കും. അതൊന്നും അവൾ കണക്ക് കൂട്ടുന്നില്ല. അവളത് കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവർ, അവൾ ഈ കുപ്പി പൊട്ടിച്ച് ഈ 300 ധനാറയ്ക്കുള്ള നാർദീൻ തൈലം അവൻ്റെ കാൽപാദങ്ങളിൽ ഒഴിക്കില്ല. എന്ന് പറഞ്ഞാൽ മറിയം ഒരു കണക്ക് കൂട്ടലുകൾക്കും ആ സ്നേഹത്തിൻ്റെ പിന്നിൽ വെക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോയോടുള്ള സ്നേഹമാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കണക്ക് കൂട്ടലുകളുമില്ല. അതോ യൂദാസ് ഇസ്കറിയോത്തയുടെ മുമ്പിൽ നിൽക്കുന്നതിന് സ്നേഹത്തിൻ്റെ ആഴമല്ല, അവൻ കണക്ക് കൂട്ടുക. അവൻ ഈ കാൽപാദങ്ങൾ അവൻ നോക്കുന്നതിന് ആദ്യം തൈലം ഒഴിച്ചു, 300 ധനാറയ്ക്കുള്ളതുണ്ട്. എന്നാൽ അവൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കല്ല ഇവൻ ഇവൻ കണക്കൂട്ട് ഭൗതികമായ കണക്ക്. ഇത് കളഞ്ഞില്ലേ? ഇവൻ നോക്കിയത് സ്നേഹത്തിലേക്കല്ല, ഇവൻ കണക്ക് കൂട്ടാൻ അപ്പോഴും നോക്കിയത് സമ്പത്തിലേക്കാണ് നോക്കിയത്. അതാണ് തുടർന്ന് വരുന്ന വചനം എഴുതി വെച്ചിരിക്കുന്നത്, അവന് ദരിദ്രനോട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടല്ല, അവൻ്റെ കയ്യിൽ പണസഞ്ചി കൊടുത്തിരുന്നത് കൊണ്ടും അതിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നത് കൊണ്ടും ആണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവൻ ഓരോ ദിവസവും കണക്ക് കൂട്ടി കുറച്ച് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും അവൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തെ ഒരു വ്യക്തി സ്നേഹിക്കുമ്പോഴും അവനത് കണക്ക് കൂട്ടലോട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണക്ക് കൂട്ടി സ്നേഹിച്ചാൽ പോരെ, ഈ 300 ധനാറയ്ക്കുള്ളത് കളഞ്ഞിട്ട് വേണോ സ്നേഹിക്കാൻ? സുശേഷ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. 2 ചെമ്പ് നാണയം ഉണ്ടായിരുന്ന സ്ത്രീ, ഈശോ പോലെ സാക്ഷ്യപ്പെടുത്തുന്ന സുവിശേഷത്തിലെ സ്ത്രീയാ. 2 ചെമ്പ് തുട്ടേ ഉള്ളൂ, അവൾക്ക് ഇനി ഒന്നുമില്ല.
രണ്ട് ചെമ്പ് തൊട്ടുള്ളവർ ജീവിക്കാൻ ആകെയുള്ള വക കണക്ക് കൂട്ടാതെ ആരാ ജീവിക്കുന്നത്? നമ്മളിൽ ആരാ നാളേക്കുള്ള വക കണക്ക് കൂട്ടാതെ ജീവിക്കുന്നത്? ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും പലരും നാളെ എന്നാ സംഭവിക്കും, മറ്റന്നാൾ എന്നാ സംഭവിക്കും, അവരുടെ കാര്യം, മക്കളുടെ കാര്യം, വിവാഹക്കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, സാമ്പത്തിക, ഇതെല്ലാം ഇപ്പോഴും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ രണ്ട് ചെമ്പ് തൊട്ടുണ്ടായിരുന്നവൾ ഒരു കണക്കും സൂക്ഷിക്കാതെ, നാളെയുടെ കണക്കോ, നാളെയുടെ അധ്വാനത്തിൻ്റെ കണക്കോ, നാളെ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ കണക്കോ, ഇതൊന്നും സൂക്ഷിക്കാതെ ശ്രദ്ധിക്കണം, അവൾ കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ അല്ലെങ്കിൽ അവൾ ആ ദേവാലയത്തിൽ അതിടുകയാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പിറ്റേ ദിവസം ജീവിക്കാനുള്ള വക പോലും, അതിൻ്റെ കണക്ക് പോലും നോക്കാതെ അവൾക്കുള്ളതെല്ലാം ആ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ബലിയായി നൽകുകയാണ്. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇതാണ് ഈശോ കുരിശിൽ നമ്മെ വേറെ ആരും ഇത് പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയൊന്ന് സ്നേഹിക്കാൻ ഏത് മതസ്ഥാപകനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് നിയമ പണ്ഡിതനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അത് ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഈശോ കുരിശിൽ സ്വന്തം ജീവൻ പൂർണ്ണമായി ബലിയായി എനിക്ക് നിനക്ക് നൽകിക്കൊണ്ട് ഇങ്ങനെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത്. സ്നേഹത്തിൽ ഒരു കണക്കും സൂക്ഷിക്കരുത്. ഒരു കണക്കും സൂക്ഷിക്കാതെ നീ സ്നേഹിക്കണമെന്ന് ഈശോ തൻ്റെ കുരിശിൽ രക്തം ചിന്തി പാടുപീഴകൾ സഹിച്ച് അവസാനത്തുള്ളി രക്തവും വാർന്നൊഴുകുമ്പോൾ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈശോ കാണിച്ചു തന്നത് ഈ കണക്ക് കൂട്ടാത്ത ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. കണക്ക് സൂക്ഷിക്കാത്തൊരു സ്നേഹം. അപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്നേഹബന്ധങ്ങൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് ഈ കണക്ക് കൂട്ടലുകൾ കുറയും. ഈ കണക്ക് കൂട്ടിയുള്ള സംസാരങ്ങൾ കുറയും. ഞാൻ അത് ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ഈ വീട്ടിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്തില്ലേ, കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചില്ലേ, അല്ലേ? ചിലർ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ വീട്ടിന് വേണ്ടി, ഞാൻ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, നിനക്ക് വേണ്ടി ഇത്രയും ചെയ്തില്ലേ. ഇങ്ങനെ ചില മാതാപിതാക്കൾ വേറെ ചില കണക്ക് പറയാറുണ്ട്, അല്ലേ? ചില മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ പറയും, നിനക്കറിയാവോടി എന്നതാ, 9 മാസം നിന്നെ വയറ്റിലിട്ട് ഞാൻ ചുമന്നതാ. എന്നാ പറയുന്നത്? കണക്ക് പറയുന്ന. 2-3 വർഷം നിന്നെ ഞാൻ മുലയൂട്ടിയതാ. എന്നാ പറയുന്നത്? കണക്ക് പറയുന്ന. ഉദരത്തിൽ വഹിച്ചതിൻ്റെയും മുലയൂട്ടിയതിൻ്റെ ഒക്കെ കണക്കെന്ന് പറയുന്നുണ്ട് മാതാപിതാക്കൾ. വളർത്തിയതിൻ്റെയും വലുതാക്കിയതിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും എല്ലാം കണക്കുകൾ പറയുന്നുണ്ട്, കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ സഹനവും നമ്മുടെ വേദനകളും പങ്കുവെക്കണം, അതല്ല ഇവിടെ പറയുന്നത്. പക്ഷേ സ്നേഹത്തിൻ്റെ പിന്നിൽ ഈ കണക്കുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹമല്ല അവിടെ നിഴലിക്കുന്നത് മനസ്സിലാക്കാം. കാരണം ഈ കണക്ക് കൂട്ടലുകളോടെ കാണിച്ചു കൂട്ടുന്ന സ്നേഹബന്ധങ്ങളിൽ അതിൻ്റെ പരിശുദ്ധമായ സ്നേഹം നിഴലിക്കുകയില്ല. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട കണക്കൊന്നും സൂക്ഷിക്കേണ്ട. കർത്താവിന് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. കർത്താവ് നിനക്ക് വേണ്ടി തന്നപ്പോൾ സ്വന്തം ജീവനെ അല്ലേ തന്നെ, എന്തെങ്കിലും കണക്ക് സൂക്ഷിച്ചോ? ഇല്ലല്ലോ. അപ്പം അതുപോലെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുക. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അതുപോലെ കണക്കുകളൊന്നും കൂട്ടിവെക്കാതെ, ചേർത്ത് പിടിക്കാതെ, കണക്ക് പറയാതെ ഒരു സ്നേഹിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാം. അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ. അതാണ് ഈ മറിയം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ഒരു കണക്കുകളുമില്ലാതെ, ഒരു കണക്കും പറയാതെ 300 ദനാറയ്ക്കുള്ള ആ നാർദീൻ തൈലം പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ ഒഴിച്ച് അവിടെ മാത്രമല്ല ആ മുറി മുഴുവനും അവളുടെ സ്നേഹത്തിൻ്റെ സുഗന്ധം പടർത്തുകയാണ്. അപ്പോൾ സ്നേഹം പരിശുദ്ധമാണെങ്കിൽ നമ്മൾ വസിക്കുന്നിടങ്ങൾ, നമ്മൾ വസിക്കുന്ന മുറികൾ, ഭവനങ്ങളിലൊക്കെ ഈ സ്നേഹത്തിൻ്റെ തൈലത്തിൻ്റെ ആ സൗന്ദര്യം പരക്കാൻ തുടങ്ങും. അതിനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് തരുന്നത്. നമുക്ക് ഈ വചനത്തിൻ്റെ സന്ദേശം സ്വീകരിച്ച് തുടർന്ന് വരുന്ന ആരാധന നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. യഥാർത്ഥ സ്നേഹമാണ് നമ്മളെ ഭരിക്കുന്നത്, അതോ കാപട്യത്തിൻ്റെയാണോ, കണക്ക് സൂക്ഷിക്കുന്ന സ്നേഹമാണ് നമ്മളെ ഭരിക്കുന്നത് എന്നൊന്ന് ആത്മശോധന ചെയ്ത് കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് യാചിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ,
കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ സ്നേഹം ഒരു കണക്കുകൾ സൂക്ഷിക്കാത്ത ദൈവസ്നേഹത്തിൻ്റെ പരിധിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കണ്ണു തുറന്ന് ഈശോ നോക്കിക്കേ. ലോകാവസാനം വരെ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞവൻ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നെ നോക്കുന്നു. താൻ പറഞ്ഞത് ഓരോ നിമിഷവും ദിവ്യകാരുണ്യ ഈശോയിലൂടെ ദൈവം പൂർത്തിയാക്കുന്നു. ഒന്ന് വിശ്വസിച്ചേ. ഈ സ്നേഹത്തിന് പകരമായിട്ട് നിനക്ക് എന്നോ കൊടുക്കാനുള്ളത്. അതുപോലെ ഈശോ നിന്നെ സ്നേഹിച്ചില്ല. ഒരു കണക്കുകളും സൂക്ഷിക്കാതെ, ഒരു ബാധ്യതകൾ അവശേഷിപ്പിക്കാതെ ഈശോ നിന്നെ സ്നേഹിച്ചില്ലേ? കാൽവരിയിൽ 3 ആണികളിൽ പിടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവസാനത്തുള്ളി രക്തം വാർന്നിഴകിയപ്പോഴും ഈശോ കണ്ടത് നിന്നെയല്ലേ? ഈശോ കണ്ടത് എന്നെയല്ലേ? ഈശോ കണ്ടത് നമ്മുടെ വേദനകളല്ലേ? നമ്മുടെ പാപമല്ലേ ഈശോ കണ്ടത്? അതുകൊണ്ട് ഈശോ നൽകിയത് തൻ്റെ പൂർണ്ണതയിലാണ്. ഈശോയ്ക്കറിയാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് കൊടുക്കുന്നതാണ് സ്നേഹം, നൽകുന്നതാണ് കൂടുതൽ ശ്രേയസ്കരമെന്ന് വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ നമ്മെ സ്നേഹിച്ചപ്പോൾ പൂർണ്ണമായി നൽകുവോളം ഈശോ നമ്മെ സ്നേഹിച്ചു. കാൽവരിയിൽ 3 ആണികളിൽ ഈശോ സ്വയം ബലിയായപ്പോൾ ഈശോ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ബലിയായി നൽകിയത്. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും ബലിയായിട്ട് എൻ്റെ വിശപ്പിനും എൻ്റെ ദാഹത്തിനും വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും തീർക്കുക കർത്താവ് തന്നു. അങ്ങനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം അനുഭവിക്കുമ്പോൾ, ഈ സ്നേഹത്തിൽ പങ്കുകാരാകുമ്പോൾ നമ്മുടെ സ്നേഹബന്ധങ്ങളും ഇതുപോലെ കണക്ക് സൂക്ഷിക്കാത്ത സ്നേഹബന്ധങ്ങളായി മാറണം. എന്ന് പറഞ്ഞാൽ മുഴുവനായി സമർപ്പിക്കുന്ന, വിട്ടുകൊടുക്കുന്ന, പരിത്യജിക്കുന്ന, ഇല്ലാതാകുന്ന, സ്വയം ഇല്ലാതായി അപരനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹബന്ധത്തിലേക്ക് ഞാനും നിങ്ങൾ വളരണം. അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്നേഹത്തിൽ എവിടെയെങ്കിലും സ്വാർത്ഥതയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്വകാര്യ ആഗ്രഹങ്ങൾ നിഴലിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ചിലരൊക്കെ സ്നേഹിക്കാറുണ്ട്. ചിലതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് കരുതി സ്നേഹിച്ചിട്ടുണ്ട്. ചിലതൊക്കെ സ്വാർത്ഥതകൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ പലരെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം യഥാർത്ഥ കുരിശിൻ്റെ സ്നേഹമല്ല. അവിടെ നമ്മളിൽ അനുഭവിക്കേണ്ട യഥാർത്ഥ കുരിശിൻ്റെ സ്നേഹമാണ് ഈശോ കാണിച്ചു തന്നത്. ആ സ്നേഹവലയത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ മാറണം. എൻ്റെ അപ്പനോടുള്ള സ്നേഹം, എൻ്റെ അമ്മയോടുള്ള സ്നേഹം, എൻ്റെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, എൻ്റെ മക്കളോടുള്ള സ്നേഹം, എൻ്റെ ഇടവകയോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ഇതൊക്കെ ഈ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരും. അതൊന്ന് ആഗ്രഹിച്ച് കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ സ്നേഹം ഇതാ നമ്മളെ വലയം ചെയ്യുന്ന സമയം, ആ സ്നേഹത്തിൽ നിന്നും അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിൻ്റെ കണികകൾ ഇപ്പം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ദാഹത്തോടെ ഈശോയെ നോക്കി, ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോ ഇപ്പോഴും കണക്ക് പറയുന്ന സ്നേഹമാണ്, ഇപ്പോഴും കണക്കുകൾ സൂക്ഷിക്കുന്ന സ്നേഹമാണ് ഞങ്ങളുടെ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നും പൂർണ്ണമായും മുറിച്ച് നൽകുന്ന, പൂർണ്ണമായും പകത്ത് നൽകുന്ന, ജീവൻ പോലും വെടിയുന്ന ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ സ്നേഹം മൂലം മുറിവേറ്റവരുണ്ടെങ്കിൽ, സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിലോ, സ്നേഹം കിട്ടാതെ പോയതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ സ്നേഹം നൽകപ്പെടാത്തതിൻ്റെ പേരിലോ ഒക്കെ മുറിവേൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹബന്ധങ്ങളിൽ മുറിവേറ്റവരുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങളിൽ മുറിവേറ്റ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഈശോയെ ഇപ്പോൾ തന്നെ പരിശുദ്ധമായി സ്നേഹത്തിൽ നിന്നും അവരുടെ സ്നേഹത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ മുറിവുകളെയും ഉണക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മുറിവേറ്റ മനസ്സുകളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ തകർന്നുപോയ മനസ്സുകളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ തകർന്നുപോയ ജീവിതങ്ങളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ സ്നേഹത്താലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ മാറോട് ചേർത്ത് കണ്ണുകളടച്ച് തമ്പുരാൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ സ്നേഹത്തിന് വേണ്ടി ഒരു ആഗ്രഹം ജനിക്കട്ടെ.
ഇതുപോലെ സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹം നിൻ്റെ ഹൃദയത്തിലും രൂപപ്പെടട്ടെ. കർത്താവെ, അങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ, പരിശുദ്ധമായ സ്നേഹത്തോടെ ഈശോയെ നിന്നെ സ്നേഹിക്കാൻ, വിഭജിക്കപ്പെടാത്തൊരു ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കാൻ കർത്താവ്, അതുപോലെ ആ സ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ